മാഷേ, നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന, എന്താ പറയുക, ഒന്ന് കഞ്ഞി കുടിച്ചെങ്കിലും കഴിയട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ അക്കാര്യത്തിൽ അനുഭാവപൂർണമായ ഒരു സമീപനമെടുത്ത് അവർക്ക് കൊടുക്കുന്നതാണ് ക്ഷേമ പെൻഷനുകൾ. ആ ക്ഷേമ പെൻഷനുകൾ എല്ലാ സൗകര്യങ്ങളുമുള്ള, ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളുമുള്ള ആൾക്കാർ വ്യാജരേഖകൾ ഉപയോഗിച്ച്, വ്യാജരേഖകൾ നിർമ്മിച്ച് അത് തട്ടിയെടുക്കുന്നു. അത് ഒന്നും രണ്ടും ഒന്നുമല്ല. ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ധനമന്ത്രി തന്നെ വെളിപ്പെടുത്തുന്നു 1500ഓളം പേരുണ്ടെന്ന്. അപ്പോൾ അത് അനൗദ്യോഗികമായ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്നോടൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് 1500 ഒന്നുമല്ല, അതൊരു 10,000-ന് മേളിൽ വരും എന്നാണ് പറഞ്ഞത്. എന്താ മാഷെ, ഇതെന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്, ഇവർക്കെതിരെ നടപടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി ചെറുപ്പക്കാരനായ MP രാജേഷ്, എനിക്ക് വലിയ സങ്കടം തോന്നുന്നു. അയാളൊരു ആദർശവാനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ അയാൾ പോലും അല്ലാതെ അങ്ങനെ അബദ്ധം പറ്റിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നു. ആ മന്ത്രിയോട് നല്ല നമസ്കാരം എന്ന് പറയാനേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം തോന്നുന്നത്, ഈ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തത് ആരൊക്കെ, അത് വ്യക്തമാകണ്ടേ, പുറത്തു വരണ്ടേ? എന്താ മാഷിൻ്റെ അഭിപ്രായം? അതാണ് ഇതിൽ ഗുരുതരമായ കാര്യം. അതിപ്പോഴും പറയേണ്ടവർ പറയുന്നില്ല. ഉത്തരവാദപ്പെട്ടവർ തന്നെ പറഞ്ഞാണ് ഈ മഹാ കുറ്റകൃത്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത്. ചെറിയ കുറ്റകൃത്യമല്ല, പൊറുക്കാനാവാത്ത ഒരു മഹാപാപമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, 1600 രൂപ പെൻഷൻ, അത് കിട്ടുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അവശരായ വിഭാഗങ്ങൾക്കാണ്. ഏറ്റവും അവശരായ വിഭാഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒന്നുകിൽ വൃദ്ധജനങ്ങൾ, വയോജനങ്ങൾക്കുള്ള പെൻഷൻ, വിധവകൾക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളികളായിട്ടൊരു ജീവിതകാലം മുഴുവൻ അധ്വാനിക്കാൻ ശേഷിയില്ലാത്ത കാലത്ത് ആരും ആശയമില്ലാത്ത നോക്കാൻ ആളുള്ളവർക്ക് ഇതില്ല. ഒരു തരത്തിലും നോക്കാൻ ആളില്ലാത്തവർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അതാണ് ഈ അവശ പെൻഷൻ അല്ലെങ്കിൽ വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത്. വെൽഫെയർ സ്കീമിലാണല്ലോ. ആ സ്കീമിലാണ്. അതായത് ഒരു സമൂഹം, ഒരു രാഷ്ട്രം, ഒരു സംസ്ഥാനം അതിൻ്റെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് രാജ്യത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് അവരെ മറ്റൊരു വഴിയുമില്ലാത്ത ആ ജനങ്ങളെ പോറ്റാനുള്ളതാണ് ഈ പെൻഷൻ. ആ പെൻഷൻ തട്ടിയെടുക്കുന്നു ആര്? ആലോചിച്ച് നോക്കൂ. ആ കൂട്ടത്തിൽ ആരൊക്കെയാണ്? കേരളത്തിലെ ഗവൺമെൻറ് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ. ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ. എല്ലാ വകുപ്പിലുള്ള ജീവനക്കാരും ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള ആരോഗ്യ വകുപ്പിലുള്ളവരാണ്. അവരിൽ പലരും ഗസറ്റഡ് ഓഫീസേഴ്സാണ്. ഇനി ഗസറ്റഡ് അല്ല, നോൺ ഗസറ്റഡ് ആണെന്ന് വെച്ചോളൂ. നോൺ ഗസറ്റഡ് ആയ ഒരു ജീവനക്കാരനും ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ മാസം, ഒന്നാമത്തെ മാസം ജോലിയിൽ കയറിയ ആദ്യത്തെ മാസം 40,000 രൂപയെങ്കിലും ശമ്പളം കിട്ടാത്ത ഒരു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥനില്ല. ഇനി എന്നിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. അവരാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഇനി ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ പോലും മോശമല്ലാത്ത ജീവിക്കാനുള്ള ശമ്പളം ഉണ്ട് ഇപ്പോൾ. മനസ്സിലായില്ലേ? മാത്രമല്ല, ലാസ്റ്റ് ഗ്രേഡ് ആയവർക്ക് വേറെയും സൗകര്യങ്ങളുണ്ട്. അവർക്ക് 70 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കാൻ സൗകര്യമുള്ള വിഭാഗം ചെയ്യുന്നത് ഇതൊന്നുമില്ലാത്ത പാവങ്ങളിൽ പാവങ്ങളായ, ഒരു ഭൂമിയിലെ ഒരു പെൻഷനും കിട്ടാനിടയില്ലാത്തവർക്കാണ് ഈ പെൻഷൻ കൊടുക്കുക. അത് അവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. ആ പെൻഷൻ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അനർഹമായ ആ ലിസ്റ്റിൽ എന്ത് കിട്ടാനാണെന്ന് ആലോചിച്ചു. ഇവർക്ക് എന്ത് കിട്ടാനാണ്? 1600 രൂപ വെച്ച് എല്ലാ മാസവും ഇവർക്ക് സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒരു ദിവസം മൂക്കുപ്പൊടി വാങ്ങാനുള്ള കാശ് അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വരുന്ന പിച്ചക്കാർക്ക് കൊടുക്കാനുള്ള ഒരു മാസത്തെ കാശ്, അതൊക്കെയാണ് ഈ തട്ടിച്ചെടുക്കുന്നത്. ഈ കേസിൽ ഞാൻ പറയുന്നത് ഇത് നമ്മളോട് പറഞ്ഞതാരാ? ധനകാര്യ വകുപ്പ് കണ്ടെത്തിയതാ. ധനകാര്യ വകുപ്പ് ആരെയായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക? കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ ഗവൺമെൻറ്റിലെ തന്നെ വ്യത്യസ്ത വകുപ്പുകളുടെ കീഴിൽ പണിയെടുക്കുന്ന, ആരോഗ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് ഈ പരാതി. ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാവുന്ന ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അവരിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിക്കും. അതല്ലല്ലോ ഒരു കുറ്റകൃത്യത്തിന് പരിഹാരം. കളവ് മുതൽ തിരിച്ചു കൊടുത്താൽ മതിയോ? അതെ, അതാണോ ഒരു ജനാധിപത്യ രാജ്യത്തെ? കേരള സമൂഹം വളരെ ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷിപ്പ ചോദിച്ചു. അതെ, പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് ഇനി കേസ് കൊടുത്ത്, കുറ്റകൃത്യമാണ്, ക്രിമിനൽ കുറ്റമാണല്ലോ മോഷണമാണ്. അങ്ങനെ വരുമ്പോ അതും നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ പിടിച്ചു പറയാണ്. അങ്ങനെ ഒരുത്തന് ശിക്ഷ കൊടുക്കാൻ ഒരു പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ അവർക്ക് എന്താ ബുദ്ധിമുട്ട്? കേസ് നടത്താൻ, വക്കീലിന് കൊടുക്കാൻ അവരുടെ കയ്യിൽ ആവശ്യത്തിലുള്ള ശമ്പളമുണ്ട്, പൈസയുണ്ട്, വരുമാനമുണ്ട്, അവർക്കതിന് ശേഷിയുണ്ട്. അതുകൊണ്ട് കേസുകൾ അങ്ങനെ നീണ്ടുപോയി എന്ന് വരും. ശിക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും.
അതിനേക്കാളൊക്കെ ഒരു സാമൂഹ്യമായി അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് ഞങ്ങൾ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറയലല്ലേ? തീർച്ചയായും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇന്ന ആളുകൾ പേര് വിവരം ചിത്രസഹിതം പുറത്തുവിടണം. പുറത്തുവിടുക, ഫോട്ടോ വെച്ച് പ്രസിദ്ധീകരിക്കുക ആളുകൾക്ക് മനസ്സിലാവും. മാഷെ അതിൽ ഞാൻ 2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. ഞാൻ മാഷിപ്പോൾ പറഞ്ഞത്, മാഷ് ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു സംശയവും വേണ്ട. അങ്ങ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇവന്മാരെ എന്താ പറയുക, തുണി ഉരിഞ്ഞു കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇത് ധനകാര്യമന്ത്രി ഇപ്പം വെളിപ്പെടുത്തിയത് വെറുതെ അല്ല, വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനായി. മാസങ്ങൾക്ക് മുമ്പ് CAG അതിൻ്റെ റിപ്പോർട്ടിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അനർഹരായ ധാരാളം പേർ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്, സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണം. അവർ മുന്നറിയിപ്പ് കൊടുത്തു. ഇവിടെ ഉറങ്ങുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ, എന്ത് ചെയ്യുകയായിരുന്നു? ഇനി മറ്റൊരു പ്രസക്തമായ വിഷയം, ഇത് മാഷെ ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ആ സ്കീമിന് കീഴിൽ ഈ പെൻഷൻ വാങ്ങുന്നത്, അതും അനർഹനായ ഒരാൾ, അർഹതയില്ലാത്ത ഒരാൾ വ്യാജരേഖകൾ നിർമ്മിച്ച് അത് വ്യാജമായി അവതരിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും കബളിപ്പിച്ച് ഇത് വാങ്ങുകയാണ്. ഇത് നിരവധി കടമ്പകൾ കടന്നു വേണം ഈ പെൻഷൻ കിട്ടാൻ. ഇതിന് പല തലങ്ങളിലുള്ള പരിശോധനാ സംവിധാനമുണ്ട്. ഇതെല്ലാം മറികടന്നിരിക്കുകയാണ്. ഇതെങ്ങനെ മറികടക്കും മാഷേ? ഇതൊരു വലിയൊരു കോക്കസ് ഇതിൻ്റെ പുറകിലില്ലേ, ഒരു വലിയ കൊള്ള സംഘം തന്നെ ഇതിൻ്റെ പുറകിലില്ലേ? ഇത് നമുക്കങ്ങനെ നിസ്സാരമായിട്ട് കളയാൻ പറ്റുന്നതാണോ? സത്യത്തിൽ സർക്കാർ ഈ കാര്യത്തിൽ വളരെ എന്താ പറയേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഞാൻ ജുഡീഷ്യൽ അന്വേഷണം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിച്ച് അന്വേഷിക്കേണ്ട കാര്യമല്ലേ ഇത്? മാഷിന് എന്താ തോന്നുന്നത്? അതെ, ഇത് ആദ്യം ഇപ്പോൾ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറയേണ്ട ഉത്തരം, ഇവരുടെ ലിസ്റ്റ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു 1458 പേരെ. അതൊരു പക്ഷേ ഏറ്റവും കുറച്ച് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താനിരിക്കുന്നവരുടെ ഒരു സൂചന പറഞ്ഞതായിരിക്കാം. എന്നാൽ 1458 അത്രയും പറഞ്ഞല്ലോ. അത്രയും പേരുടെ പേര് പറയുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ്. പിന്നെ കേസ് തീരുന്ന കാലത്ത് തീരട്ടെ, കിട്ടേണ്ട കാലത്ത് തിരിച്ചു പിടിക്കട്ടെ, പലിശ സഹിതം തിരിച്ചു പിടിച്ചോട്ടെ. രണ്ടാമത്തെ കാര്യം, സാധാരണ സാമൂഹ്യക്ഷേമ പെൻഷനാണല്ലോ ഇത്. അതെ, ഈ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ ഇല നക്കിയവന്റെ ചിറി നക്കുക. ചിറി എന്ന് പറഞ്ഞാൽ ചുണ്ടിനാണ് മലബാറിൽ ചിറി എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഈ ചൊല്ലുണ്ട്. അതുകൊണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ട് ഈ പഴഞ്ചൊല്ല്. എല്ലായിടത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ, പട്ടിണി കൊണ്ടാണ് ഇവൻ ഈ ഇല നക്കുന്ന തെണ്ടിയുടെ ചുണ്ട് നക്കുന്നെങ്കിൽ മനസ്സിലാക്കാം. അതല്ല, ഇത് വായിൽ മുഴുവൻ ഈ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച ആളുകൾക്ക് സുഭിക്ഷമായി ആഡംബരമായി ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പാവത്തിന്റെ ചുണ്ട് പോയി നക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വൃത്തികെട്ടവൻ എന്താ ചെയ്യേണ്ടത്? പക്ഷേ ഈ കണ്ടെത്തിയതിൽ 1000 cc വാഹനം ഉള്ളവൻ വരെ ഉണ്ടാവും. കാരണം എന്താണ് എൻ്റെ പ്രശാന്തേ, പണ്ട് ഏറ്റവും കുറച്ച് വരുമാനം ഉണ്ടായിരുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ അധ്യാപകർക്ക് ഒരു സൈക്കിള് വാങ്ങാൻ പാടുപെട്ടിരുന്ന, കുട്ടികൾക്കൊരു സൈക്കിള് വാങ്ങിക്കൊടുക്കാൻ കഷ്ടപ്പെട്ടിരുന്ന. ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും പണിമുടക്കാൻ അധ്യാപകരെ ക്ഷണിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പണിമുടക്കിന് അവരില്ല. കാരണം എന്താ വെച്ചാൽ ഡൈസ്നോൺ വന്നേക്കുമോ, അപ്പോൾ ഒരു മാസത്തെ ശമ്പളം കുറഞ്ഞാലോ മാഷേ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇനിയിപ്പോൾ ഒരു മാസത്തെ ശമ്പളത്തിൽ എന്തെങ്കിലും ഡൈസ്നോണിൻ്റെ ആ ദിവസത്തെ ശമ്പളം പോയാൽ എന്താ കുഴപ്പം? അവർ പറയുന്നത്, അപ്പോൾ വെഹിക്കിൾ ലോൺ മുടങ്ങിപ്പോവും മാഷേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ സ്കൂളിൻ്റെ മുറ്റത്ത് കോമ്പൗണ്ട് നിറയെ അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ആഡംബര കാറുകളാണ്. എന്താ കാര്യം? അവർക്ക് കാരണം അതിനുവേണ്ടി വലിയ ലോൺ കിട്ടും, അപ്പോൾ വലിയ അടവുണ്ട്, അത് തെറ്റും. ഇതൊക്കെയാണ് സിസ്റ്റം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ പാവങ്ങളെ പറ്റിക്കുന്നത്. അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ എന്താണ്? അവർക്ക് കൊടുക്കാവുന്ന ആദ്യത്തെയും അവസാനത്തെയും ഏറ്റവും വലിയ പണിഷ്മെന്റ് ഇതാ, ആ കള്ളൻ അതാ പോകുന്നു. സർക്കാർ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ ആ കള്ളനാണ് ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ പറയുന്ന, വീട്ടിലെ കുട്ടികൾ പറയണം, എൻ്റെ അച്ഛ വലിയൊക്കെ സഹിക്കാമായിരുന്നു, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നില്ലേ, നിങ്ങൾക്ക് ഈ 1600 രൂപ കിട്ടിയിട്ട് എന്തിൻ്റെ കുറവായിരുന്നു അച്ഛ എന്ന് കുട്ടികളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുന്ന ഒരു സാമൂഹ്യ വിചാരണയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വെട്ടിച്ചതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. തീർച്ചയായും അത് കൊടുക്കാൻ, അത് പറയാൻ ബാധ്യസ്ഥനാണ്. വളഞ്ഞു വെക്കണം KN ബാലഗോപാലിനെ. അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖയുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ, ലിസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ പറഞ്ഞത്. എന്താ പറയാത്തത്? ഇതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഇതിപ്പോൾ ധനകാര്യമന്ത്രി പുറത്തുവിട്ടിരിക്കുന്നു 1458 പേരുടെ പേര്.
ഇനി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ, ഈ പ്രതികളുടെ പേര് ഒരിക്കലും ലോകം അറിയാതിരിക്കാനുള്ള പണി ഇവരുടെ തന്നെ യൂണിയൻ ചെയ്യുന്നുണ്ട്. അതെ, സർവീസ് സംഘടന, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, നോൺ NGO യൂണിയൻ, ഇങ്ങനെയുള്ള സംഘടനകൾ തന്നെ ഈ ആളുകളുടെ പേര് മൂടി വെക്കാനും മുൻകൈയെടുക്കും. അതാണ് നമ്മുടെ യൂണിയനുകളുടെ പണി, അതാണ് ട്രേഡ് യൂണിയനിസം. അതുകൊണ്ട് എന്ത് കൊള്ളരുതായ്മയും നടത്താം, യൂണിയൻ രക്ഷിച്ചോളും. എന്നിട്ട് മന്ത്രിയെ കൊണ്ട് മുഖം രക്ഷിക്കാൻ, ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാൻ ഞങ്ങൾ കണ്ടുപിടിച്ചു, പൈസ തിരിച്ചു വാങ്ങിച്ചു, CAG ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് കണ്ടുപിടിച്ചതാണ്. എങ്കിൽ പോലും 1458 പേരുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന് പറയൂ സാർ, ആരൊക്കെയാണെന്ന് പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങളെ ഇത്ര ഭീകരമായി, ഇത്ര ഈ ഗതികെട്ടവനെ കൊള്ളയടിക്കുന്ന ആ കൊള്ള സംഘക്കാർ ആരൊക്കെയാണ്? പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനെ എന്താ പറയുക, അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് പണിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. KN ബാലഗോപാലിൻ്റെ മേൽ സാമൂഹ്യമായി ശരിക്കു പറഞ്ഞാൽ അത് പറയാത്ത കാലത്തോളം പേര് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കടുത്ത ജനകീയ വിചാരണക്ക് വിധേയമാക്കേണ്ട ഒരു ധനകാര്യമന്ത്രിയാണ് നമ്മുടേത്. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പൊറുക്കും. പക്ഷേ ഈ ഒളിച്ചുകളി ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കാനുള്ള ഈ നാടകം ഉണ്ടല്ലോ, ഇത് അങ്ങേയറ്റം അപഹാസ്യമാണ്. അദ്ദേഹത്തെ വിചാരണ ചെയ്യേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കേരളീയ സമൂഹത്തിൽ നിന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വലിയ തീവ്രത കാണിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, ആവശ്യമുള്ള കാര്യത്തിന് ആരെങ്കിലും ഒന്ന് പണ്ടുണ്ടായിരുന്നു ജനകീയ വിചാരണയൊക്കെ നടത്താനാണ്. ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും ഈ കള്ളന്മാരെ അവരെ കൃത്യമായിട്ട് തൊലി ഉരിച്ച് തെരുവിൽ കൊണ്ട് നിർത്തണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും.